ഇല്ല, അതൊക്കെ അത് പഠിക്കാൻ വേണ്ടിയല്ലേ നമ്മളിങ്ങനെ ചെയ്യുന്നേ. നീ തുടങ്ങിക്കോ, ധൈര്യമായിട്ട് ഇതിന്റെ തുടങ്ങിക്കോ. ഇതിന്റെ കണ്ടന്റ് വെച്ചാൽ ഇക്വിഫാക്സ് ഡാറ്റാ ബ്രീച്ചുകളാണ്. ഇക്വിഫാക്സ് വെച്ചാൽ ഒരു 1899 ഉണ്ടായ ഒരു പേഴ്സണൽ ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇത് കറക്റ്റ് ആണോന്നില്ല കേട്ടോ, ഞാൻ തപ്പി കണ്ടുപിടിച്ചിട്ട് ഇതൊക്കെ കിട്ടിയത്. അതിലെ ഓഫ്ലൈൻ്റെ ഓഫീസാണ് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ ഓൺലൈനിലുള്ള ഓഫീസുകളാണ്. ഇക്വിഫാക്സ് ഡാറ്റ ബ്രീച്ച് വെച്ചാൽ 2017 ഒരു അമേരിക്കയിലെ പകുതി ആൾക്കാരെ ഡാറ്റ ലോസായ ഒരു ഹാക്കിംഗ് എന്നൊരിതാണ്. അപ്പോൾ ഇതൊരു ഹാക്കിംഗ് അല്ല, ഇത് ഒരു പ്രശ്നം കൊണ്ടുണ്ടായൊരു സംഭവമാണ്. ഇത് ആരാ ഹാക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ ഗൂഗിളിൽ അടിച്ചിട്ട് കിട്ടിയത് ഇത് ചൈനക്കാർ ഹാക്ക് ചെയ്തതാണെന്ന് ഞാൻ കണ്ടിട്ട്. അതുപോലെ മോട്ടീവ് വെച്ചാൽ ഈ അമേരിക്കക്കാരെ ഡാറ്റ കിട്ടുക, അതന്നെ മോട്ടീവ്. പിന്നെ വേറെ രാജ്യമാണല്ലോ, അപ്പോൾ കിട്ടിയവർക്ക് യൂസ് ഉണ്ടാവില്ല എന്തായാലും. പിന്നെ ഇത് വെച്ചാൽ ഹാക്കായത് ഇത് ഒരു അപ്പാസ് സ്ട്രക്ചർ ഇതിൽ നിന്നാണ് ഇത് ഇതായത്. അങ്ങനെ ഈ വെബ്സൈറ്റിൽ ഒരു ഇതുണ്ടായിരുന്നു, അപ്പാസ് സ്ട്രക്ചർ പറഞ്ഞ ഒരു ഇതാണ് ഉപയോഗിച്ചിരുന്നത്, സോഫ്റ്റ്വെയർ ആയിരുന്നു. അതിനൊരു വൾണറബിലിറ്റി ഉണ്ടായിരുന്നു. ആ സമയത്ത് അതുപോലെ ഒരു അപ്ഡേറ്റ് ആയിട്ട് ഇവർ കൊടുത്തിരുന്നു. ബട്ട് അത് ഇക്വിഫാക്സ് പറഞ്ഞ കമ്പനി അത് ചെയ്തില്ല, കമ്പനി ഈ അപ്ഡേറ്റ് ചെയ്തില്ലായിരുന്നു. ആ വഴി ഈ ഹാക്കേഴ്സ് പല ഡാറ്റാസ് ഒക്കെ ലീക്കാക്കിയ സംഭവമാണ് ഇക്വിഫാക്സ് ഡാറ്റാ ബ്രീച്ച്. അതിൽ ഇക്വിഫാക്സ് ലോസ് ആയത് പൈസ ഒന്നും പോലെ ഹാക്ക് ആക്കിയില്ല. ബട്ട് ഈ കസ്റ്റമേഴ്സിന് ഓല് എത്ര 700 മില്യൺ സംതിങ് ഓല് ഈ കമ്പനി അടയ്ക്കേണ്ടി വന്നതേ ഉള്ളൂ. അല്ലാണ്ട് ഹാക്കേഴ്സ് ഒന്നും ഇതാക്കിയില്ല, ഫണ്ടൊന്നും സ്റ്റീൽ ചെയ്തില്ല. പിന്നെ ഓലെ റെപ്യൂട്ടേഷൻ നല്ല ലോസ് ഉണ്ടാവും, കാരണം ഓൽക്കാണല്ലോ ഹാക്ക് ചെയ്ത് വിട്ട്. അപ്പോൾ അങ്ങനെ ഓൽക്ക് അത് പ്രശ്നമുണ്ട്. ഇതിൽ നമ്മൾ ലേൺ ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും അപ്ഡേറ്റ് അയക്കുക, എപ്പോഴും ബോധേഡ് അയക്കുക, എപ്പോഴും മോണിറ്റർ ചെയ്ത് ഇങ്ങനെ നിൽക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഫസ്റ്റത്തെ പ്രസൻറ്റേഷൻ നിഷാനെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്തു. ഒക്കെ നന്നായിട്ടുണ്ട്. ഫസ്റ്റത്തെ അസൈൻമെൻറ്റ് തന്നെ അത് ഏറ്റെടുക്കാനുള്ള ധൈര്യം കാണിച്ചതിന് ഫസ്റ്റ് തന്നെ കൺഗ്രാറ്റ്സ് പറയുന്നു. ഓക്കെ, നിഷാമ്മനോട് രാവിലെ വിളിച്ചിട്ടാണ് അവരെ ഫസ്റ്റത്തെ ചെയ്യണത്. ഓക്കെ, എന്തായാലും ആ ഒരു ധൈര്യത്തിൽ ഞാൻ കൺഗ്രാറ്റ്സ് പറയുന്നു. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് എനിക്ക് കിട്ടണ്ടായി. ഓക്കെ ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഇവൻ അഫ്നാൻ. ഓക്കെടാ, എന്നാ സെക്കൻഡ് അഫ്നാൻ തുടങ്ങിക്കോ. അഫ്നാനേ അടുത്ത ഞാൻ പറയാം. ഓക്കെ, തുടങ്ങിക്കോ. അല്ല, അടുത്ത ഞാൻ പറയാം. ഓ, അടുത്തത് സൻഷിതേ മോനെ. സൻഷിതേ സൻഷിതേ അവിടെ കേൾക്കണുണ്ടോ? അനുഗ്രഹ, നിനക്ക് കേൾക്കുന്നുണ്ടോ? അനുഗ്രഹ, എന്നാ നീ ചെയ്യാവോ? സൻഷിത കേൾക്കാത്തെന്നറിയില്ല. നീ ഒന്ന് ചെയ്യാവോ അനുഗ്രഹം അടുത്ത്? ഓക്കെ, അപ്പം അനുഗ്രഹമാണ് രണ്ടാമത്തെ പ്രസന്റേഷൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അനുഗ്രഹന്റെ സബ്ജക്റ്റ് എന്തായിരുന്നു? എടാ, നീ ഒന്നേ ഒരു കാര്യം ചെയ്യും, നീ സൻഷിത നീ ഒന്ന് ലെഫ്റ്റ് ആയിട്ട് ഒന്നും കൂടി കയറ്. എന്തായാലും അനുഗ്രഹന്റെ പ്രസന്റേഷൻ കഴിയട്ടെ. അനുഗ്രഹം തുടങ്ങിക്കോ. ഹലോ. ഓക്കെ ഓക്കെ.
തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി തൂക്കി. Okay. എടാ ഒന്നും കാണുന്നില്ല. ഇല്ല, ഒന്ന് കാണാൻ പറ്റുമായിരുന്നു ഇപ്പൊ, പക്ഷെ അത് പിന്നെ ബ്ലാക്ക് സ്ക്രീനായി. ജസ്റ്റ് ഒന്ന് കണ്ടായിരുന്നു സോണി പിക്ചേഴ്സ്, പിന്നെ അത് പിന്നെയും ഇപ്പൊ ബ്ലാക്ക് സ്ക്രീൻ. എടാ എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ കാണുന്നത്? എല്ലാവർക്കും ഓക്കേടാ, ഇപ്പൊ പിന്നെ പോയി. ഒന്നുകൂടി വന്നിട്ട് പിന്നെയും പോയി. തൂക്കി ചുവന്ന കരങ്ങളോട് തൂക്കി ചുവന്ന കുരുവോടി ചുവന്ന കര. ഓക്കേടാ, ഇപ്പൊ കാണാം. ഇത് പിന്നെയും ബ്ലാക്ക് ആയി പോയല്ലോടാ. ഇപ്പൊ വന്നു. ഓക്കെ, ഇപ്പൊ കാണാം, പറഞ്ഞോ. എന്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ സോണി പിക്ചർ ഹാക്കാണ്. ഇത് 2014 സംഭവിച്ച ഒരു സൈബർ അറ്റാക്ക് ആണ്. അതില് ഫസ്റ്റ് വരുന്നത് 2014 നവംബറിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മേജർ കോർപ്പറേറ്റ് ഡാറ്റ ബ്രീച്ച് ആണ് അന്ന് സംഭവിച്ചിരിക്കുന്നത്. ഇത് എഫക്ട് ചെയ്ത എംപ്ലോയീസ്, ഓപ്പറേറ്റേഴ്സ് ആൻഡ് റെപ്യൂട്ടേഷൻ, കമ്പനിയുടെ റെപ്യൂട്ടേഷൻ ഒക്കെ ബാധിച്ചിട്ടുണ്ട്. പിന്നെ അവിടുത്തെ കമ്പനിയിലെ സിസ്റ്റം ഫുള്ള് കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആയി. പിന്നെ അൺഓത്തറൈസ്ഡ് ആക്സസ് ഇന്റേണൽ നെറ്റ്വർക്കിൽ കണക്ട് ആയി. പിന്നെ ഇതാണ് മെയിനായിട്ടുള്ള ഹാക്കറായിട്ട് ഇത് ഈ സോണി ഇതിലേക്ക് വഹിച്ച ഒരു ഹാക്കറാണ്. ഇത് എംപ്ലോയിൻ്റെ ഇമെയിൽസ്, പാസ്വേഡ് എല്ലാം ലീക്കാക്കി, പേഴ്സണൽ ഡാറ്റ, ഫിനാൻഷ്യൽ റെക്കോർഡ്സ്, സാലറി ഒക്കെ ലീക്കാക്കി. പിന്നെ ഈ ഹാക്കേഴ്സ് ഗ്രൂപ്പിൻ്റെ പേര് ഗാർഡിയൻസ് ഓഫ് പീസ് എന്നാണ്. ഇത് ഈ സൈബർ അറ്റാക്ക് ഉണ്ടാവാൻ കാരണം മെയിനായിട്ടുള്ള ഒരു മൂവി ഇൻ്റർവ്യൂ ആണ്. അത് നിർത്തിവെക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഹാക്ക് നടന്നത്. ഒരു തട്ടിക്കൂട്ടിയുള്ള ഒരു പ്രസന്റേഷൻ ആണ്. കുഴപ്പമില്ല, ഞാൻ തിരക്കിനിടയ്ക്ക് അതൊക്കെ അറേഞ്ച് ചെയ്തല്ലോ, അത് തന്നെ വലിയ കാര്യം. ഓക്കെ, അപ്പം രണ്ടാമത്തെ പ്രസന്റേഷൻ കഴിഞ്ഞിട്ടുണ്ട് അനുഗ്രഹിന്റെ. കുഴപ്പമില്ലാണ്ട് അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കാര്യങ്ങൾ ചെറിയ സമയം എടുത്തിട്ടുള്ളെങ്കിൽ പോലും അത്യാവശ്യം അതിനകത്തുള്ള സാധനങ്ങൾ അവൻ പറഞ്ഞിട്ടുണ്ട്. ഇത് എന്ത് അറ്റാക്ക് ആയിരുന്നു പറഞ്ഞാൽ റാൻസം വെയർ ആണോ അതോ ഡാറ്റ ബ്രീച്ച് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ഇവനെ സൻഷിത്. അടുത്ത് സൻഷിത്. സൻഷിത് ആ ചെക്ക് അത്ര നേരം ഓൺലൈൻ ഉണ്ടായിരുന്നു. എന്നിട്ട് അലൻസാറിനെ കുറിച്ച് രണ്ട് വാക്ക് പറയുന്നതാണ് ഒത്തുന്നതാണ്. സൻഷിത് നീ ജസ്റ്റ് ഒന്നും കൂടി ലെഫ്റ്റ് ആയിട്ട് കയറിക്ക്. പിന്നെ അഫ്നാനെ നീ തന്നെ എടുത്തോ. ഓക്കെ, അവൻ നോക്കുന്നുണ്ടോ നോക്കുന്നേ? പറഞ്ഞടാ സൻഷിത, നീ ഒന്ന് മൈക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ നോക്കിക്കേ. നടക്കില്ല, നീ തന്നെ കണ്ടിന്യൂ ചെയ്ത അഫ്നാനെ. സ്ക്രീൻ കാണുന്നുണ്ടോ? കാണാം.
ഹലോ കേക്കാം കേക്കാം ഹലോ കേക്കാം കേക്കാം. ഇത് ടോപ്പിക് പറഞ്ഞ സ്റ്റെക്സനെറ്റ് സൈബർ അറ്റാക്ക് പറഞ്ഞ ഇതായിരുന്നു. എടാ നീ ആ PDF ഓപ്പൺ ആക്ക്. PDF ഓപ്പൺ ആണല്ലോ. ഞങ്ങൾക്ക് നിന്റെ വാട്സപ്പ് ഇതാ കാണുന്നേ, ഓപ്പൺ വിത്ത് ടോർ ബ്രൗസർ എന്നുള്ള ഇന്റർഫേസ് കാണുന്നേ. ഉം. ഇപ്പൊ കാണുന്നുണ്ടോ? ഇല്ല പ്രസന്റേഷൻ. എടാ നിങ്ങൾ എടാ നിക്ക് അല്ല നിക്ക് wait. എടാ നിങ്ങളെല്ലാരും അടുത്ത ക്ലാസ് ഓൺവേഴ്സ് നിങ്ങളെല്ലാം സ്വന്തം ലാപ്ടോപ്പ് ഇരിക്കുക കേട്ടോ. കാരണം കാരണം അതാകുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും പ്രസന്റ് ചെയ്യാനും അതുപോലെ തന്നെ എല്ലാത്തിനും ബെറ്റർ ആണ്. സോ ഇപ്പൊ നമ്മുടെ തിയറി ഓൾമോസ്റ്റ് ഒക്കെ തീരാറായി കാണൂലല്ലോ. ഇപ്പോഴോ? ഹലോ ഇപ്പോഴോ? ഇപ്പം കാണാം ഇപ്പം കാണാം. PDF കാണുന്നുണ്ടോ? ആ കാണുന്നുണ്ട്. ആ ക്ലാസ്സിലാ. ഇത് ടോപ്പിക് പറഞ്ഞ സ്റ്റെക്സനെറ്റ് സൈബർ അറ്റാക്ക് ആണ്. ഇത് വെച്ചാൽ സ്റ്റെക്സനെക്സ് പറഞ്ഞ ഒരു ഹൈലി അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ആണ്. അതായത് സൈബർ വേൾഡ് ഒരു ടേണിംഗ് പോയിന്റ് ആയി കണക്കാക്കപ്പെടുന്ന ഒരു സംഭവമാണ് ഈ സൈബർ അറ്റാക്ക് എന്ന് വെച്ചാല്. സാധാരണ ഇതൊരു മാൽവെയർ പോലുള്ള ഒരു ഡാറ്റ എന്ത് ചെയ്യുക വെച്ചാൽ ഒരു സിസ്റ്റത്തില് മൊത്തം ഡാമേജ് ഉണ്ടാക്കും. അതേപോലെ റെയിൽവേയുടെ ഇൻഡസ്ട്രിയൽ മെഷീനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മെയിൻലി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രധാനമായും ഇത് ഇറാനും ന്യൂക്ലിയർ പ്രോഗ്രാം ടാർഗറ്റ് ചെയ്തൊരു പരിപാടിയായിരുന്നു ഈ മിഷനോടുള്ള ഉദ്ദേശം വെച്ചാല്. പിന്നെ വെച്ചാല് ഇതൊരു സോഫ്റ്റ്വെയർ, ഈ മാൽവെയർ വെച്ചാൽ ഡെവലപ്പ് ചെയ്തത് ഒരു യുണൈറ്റഡ്, അതായത് ആരും അങ്ങനെ കണ്ടെത്തിയിട്ടൊന്നുമില്ല. പറയപ്പെടുന്നത് വെച്ചാല് അമേരിക്കയും ഇസ്രായേലും അവരുടെ ഏജൻസി മുഖേന ഉണ്ടാക്കിയ ഒരു സംഭവമാണെന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതൊരു കൺഫർമേഷൻ ആയിട്ട് ആരാ ഉണ്ടാക്കിയത് അറിയില്ല. 2010 ഇത് കണ്ടെത്തിയത്. പിന്നെ വെച്ചാല് ഇതിന്റെ മെയിൻലി ഓപ്പറേഷൻ നിന്നത് ഇസ്രായേലും അമേരിക്കയാണ്. അതിനൊരു പേരുണ്ടാക്കിയിരുന്നു, ഓപ്പറേഷൻ ഒളിമ്പിക് ഗെയിംസ് പറഞ്ഞ ഒരു ഇതിലായിരുന്നു അതിന്റെ ഓപ്പറേഷൻ സ്ഥിരീകരിച്ച്. പിന്നെ വർക്കിംഗ് പറഞ്ഞാല് ഒരു USB ഡ്രൈവ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് വഴി സിസ്റ്റം ഇൻഫെക്റ്റ് ചെയ്യും. പിന്നീട് അത് വിൻഡോസ് വൾനറബിലിറ്റീസിൽ അത് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് സ്പ്രെഡ് മൊത്തം ചെയ്യും. പിന്നെ സിസ്റ്റത്തിലെ സൈമൺസ് PLC ഡിക്റ്റേറ്റ് ചെയ്യുകയും PLC ഉണ്ടാകുന്ന അതിന്റെ പ്രോഗ്രാം മോഡിഫൈ ഒക്കെ ചെയ്യും. പിന്നെ വെച്ചാല് സെൻട്രിഫ്യൂജസ് അതായത് ഈ സാധനം, അതായത് ഈ ഒരു സാധനമാണ് സെൻട്രിഫ്യൂജസ് പറഞ്ഞ സംഭവം. ഹലോ കേൾക്കുന്നില്ലേ? കേക്കാം. ഇതാണ് ആ സംഭവം. അത് സ്പീഡ് ഇറഗുലർ ആയി മാറ്റി ഡാമേജ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഒരു സിസ്റ്റത്തിൽ നടക്കുമ്പോഴാണ് എന്താ സംഭവം കാര്യങ്ങൾ സ്റ്റെക്സനെറ്റ് പറഞ്ഞ സംഭവം നടക്കുന്നത്. പിന്നെ ഇതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞാല് ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ബോംബ് ആയിരിക്കും. പിന്നെ മൾട്ടി സീറോ ഡേ വൾനറബിലിറ്റീസ് ആയിരിക്കും അതിലുണ്ടാവുക. ഇൻഡസ്ട്രിയൽ സിസ്റ്റത്തിന് ടാർഗറ്റ് മെയിൻലി അത് ചെയ്യുന്നുണ്ട്. പിന്നെ വെച്ചാൽ റൂട്ട് കിറ്റ് ടെക്നോളജിയാണ് ഈ സംഭവം കേട്ടോ. ഈ മാപ്പ് ഈ സംഭവം റൂട്ട് കിറ്റ് ടെക്നോളജിയാണ്. പിന്നെ വെച്ചാല് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് സീൽ ചെയ്യുന്ന ഒരു ട്രസ്റ്റ് ആക്ട് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ ഇമ്പാക്ട് വെച്ചാല് ഇറാൻ ന്യൂക്ലിയർ പ്രോഗ്രാം സിഗ്നിഫിക്കന്റ് ആയി ഡിലേ ചെയ്തു. പിന്നെ ഏകദേശം 1000 സെൻട്രിഫ്യൂജസ് ഡാമേജ് ഉണ്ടാക്കി. ഇതാണ് സെൻട്രിഫ്യൂജസ് പറഞ്ഞ സംഭവം. ഈ പിക്ചർ സെക്കൻഡിലുള്ള പിക്ചർ. പിന്നെ വെച്ചാല് പിന്നെ ഗവൺമെന്റ് സൈബർ വെപ്പണായി പിന്നെ ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിക്കുകയുണ്ടായിട്ടുണ്ട്. പിന്നെ ഫ്യൂച്ചർ മാൽവെയർ ആയിട്ട് ഡ്യൂക്യൂ ഫ്ലെയിം ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് ഇൻസ്പിറേഷൻ ആയി ഈ സംഭവം. ഡ്യൂക്യൂ ഫ്ലെയിം പറഞ്ഞ സ്കാഡ ഹാക്കിംഗ് അറ്റാക്കിന്റെ സംഭവമാണിത്. ഇതൊക്കെ ഉണ്ടാക്കാൻ ഒരു ഇൻസ്പിറേഷൻ ആയി. ലാസ്റ്റിന്റെ കൺക്ലൂഷൻ പറഞ്ഞാല്
സൈബർ സെക്യൂരിറ്റി ഹിസ്റ്ററിയിൽ ഒരു റവല്യൂഷൻ വരെ ഉണ്ടാക്കാൻ ഈ സോഫ്റ്റ്വെയർ, അതായത് ഈ അറ്റാക്കിന് കഴിഞ്ഞിട്ടുണ്ട്. ഫിസിക്കൽ ഡാമേജും എല്ലാം സ്റ്റക്നെറ്റ് കാരണം സൈബർ അറ്റാക്കിന് ഡാറ്റ തീഫ്റ്റ് ചെയ്യാനും റിയൽ വേൾഡ് ഡിസ്ട്രക്ഷനും വരെ ഇത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മോഡേൺ സൈബർ സെക്യൂരിറ്റിയിൽ ഇൻഡസ്ട്രിയൽ സിസ്റ്റം പ്രൊട്ടക്ഷൻ വളരെ പ്രധാനമായിട്ടും മാറിയിട്ടുണ്ട്. പിന്നെ അതിന്റെ ലാസ്റ്റത്തെ ഫ്ലോ ചാർട്ടാണ് ഇത്. ഇങ്ങനെയൊക്കെയാണ് ആ പ്രോസസ്സ് വെച്ചാൽ, അതായത് സൈബർ അറ്റാക്കിന്റെ പ്രോസസ്സ്. മൂക്കടന്നിട്ടാ കിട്ടുന്നില്ല. കഴിഞ്ഞോ? ഓ ഓക്കെ. ഈ സ്റ്റക്സ്നെറ്റ് ഈ അറ്റാക്ക് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലായിരുന്നോടാ ഞാൻ ഈ സാധനം ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ? സ്റ്റക്സ്നെറ്റ് അതെനിക്ക് ആ പേരും കിട്ടിയിട്ടില്ലായിരുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ സാധനം ഓൾറെഡി കവർ ചെയ്ത് തന്നല്ലേ സ്റ്റക്സ്നെറ്റ്? കാര്യങ്ങളും അതാണ് ഞാൻ പറഞ്ഞത്. ഇസ്രായേൽ ഏജൻസി ഇങ്ങനെ ഇറാന് വേണ്ടി അങ്ങോട്ട് ചെയ്തൊരു സംഭവമാണ്, അവരുടെ ന്യൂക്ലിയർ പ്ലാന്റേഷനെ ഇത് ചെയ്യാൻ വേണ്ടിയത്. ഓക്കെ, എന്തായാലും അഫ്നാൻ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അവനെ കൊണ്ട് പറ്റുന്ന പോലെ അവൻ ചെയ്തിട്ടുണ്ട്. അവൻ അത്യാവശ്യം PDF കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സാധനം എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ പ്രസന്റേഷനിൽ ഞാൻ പ്രസന്റ് ചെയ്ത സെയിം സബ്ജക്റ്റാണ് ഈ സ്റ്റക്സ്നെറ്റിന്റെ അറ്റാക്ക്. അതാണ് എനിക്ക് എൻ്റെ പേര് മറന്നു പോയാലും ആ സാധനം ഇങ്ങനെ ഓർത്തിരിക്കുന്നതിന്റെ കാര്യം ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ ആദ്യത്തെ പ്രസന്റേഷൻ ഇതായിരുന്നു, സ്റ്റക്സ്നെറ്റ് അറ്റാക്ക് ആയിരുന്നു. ഓക്കെ, അതാണ് എനിക്ക് സന്തോഷം. ഓക്കെ, നെക്സ്റ്റ് ഇനി ആരാ ബാക്കിയുള്ള? സൻഷിത. ഹലോ. ഇപ്പൊ കേക്കാം. കേക്കാം, പറഞ്ഞോ, തുടങ്ങിക്കോ. സൻഷിത് കാര്യം ചെയ്യും. സൻഷിത് ഇപ്പം എനിക്ക് ലാപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ലാപ്പിലുള്ള സ്പീക്കർ ഓഫ് ചെയ്തിട്ട് നീ ഫോണിൽ കൂടെ മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞാൽ മതി. ലാപ്പിൽ പ്രസന്റ് ചെയ്തോ, നീ ഫോണിൽ കൂടെ മൈക്ക് ഓൺ ചെയ്ത് സംസാരിച്ചാൽ മതി. ലാപ്പിലെ മൈക്ക് ഓഫ് ചെയ്തേക്കും. ഓക്കെ, ലാപ്പിലെ മൈക്കും സൗണ്ട് ഓഫ് ചെയ്ത് നോക്ക്. സൗണ്ട് ഓഫ് ചെയ്തേക്കും, ഇങ്ങോട്ട് ബാക്ക് ആയിട്ട് കേൾക്കുന്നു. എന്നിട്ട് നീ ഫോൺ ഓൺ ആക്കിയിട്ട് കമ്പ്യൂട്ടറിൽ പ്രസന്റ് ചെയ്യാം. സൻഷിതേ, അല്ലെങ്കിൽ ഇവരെല്ലാം പ്രസന്റ് ചെയ്യണ പോലെ ഫോണിൽ കൂടെ പ്രസന്റ് ചെയ്യും. അങ്ങനെ ആയാലും കുഴപ്പമില്ല. സൻഷിതേ, സ്പീക്കർ എവിടെ ഓഫ് ചെയ്യോ? ഇപ്പം കുഴപ്പമില്ല, നീ പ്രസന്റ് ചെയ്യോ. എടാ സ്പീക്കർ നീ മറ്റേ നിന്റെ ലാപ്പിൽ F4 ആണ് സാധാരണ വരേണ്ടത്. ഫംഗ്ഷൻ F4 വെക്കിക്ക്. എന്താ? എടാ FN + F4. FN എന്ന് പറഞ്ഞിട്ടൊരു സാധനമല്ലേ ഏറ്റവും താഴെ കീബോർഡിന്റെ താഴെ. അത് ഞെക്കിയിട്ട് F4 ഞെക്ക്. എന്നിട്ട് വരുന്നില്ല. എന്നാ പിന്നെ ബാക്കി നിന്റെ കീബോർഡ് വെച്ചിട്ട് നീ ഒരു കാര്യം ചെയ്ത് നീ ഫോണിൽ തന്നെ പ്രസന്റ് ചെയ്താൽ മതി. കമ്പ്യൂട്ടറിൽ നിന്ന് ഇറങ്ങ്. ഫോണില് PDF ഇല്ല. നീ എങ്ങനെയാ പറയാ, എന്നാ വേറെ ആരെയും കൊണ്ട് പ്രസന്റ് ചെയ്യിപ്പിച്ചോ? എല്ലാരും കഴിഞ്ഞ്. ഇനി ഞാനേ ഉള്ളൂ. ഇന്ന് ക്ലാസ് ഒന്നുമില്ല. ഇല്ലടാ, ഇന്ന് ക്ലാസ്സിൽ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും സത്യം പറഞ്ഞാൽ ലീവ് തരേണ്ട ദിവസമാണ്. ഇന്നും നാളെ ലീവാണ് വിഷുവിന്റെ. ഇന്ന് ലീവായിരുന്നു. പക്ഷെ ആ പ്രസന്റേഷൻ ഇന്നലെ എടുക്കേണ്ട സാധനമാണ്. പക്ഷെ ഇന്നലെ നമുക്ക് തിരക്കായിട്ട് വരാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ടാണ് ഇത് കണ്ട പ്രസന്റേഷൻ എന്തായാലും 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ തീർത്തില്ലേ. അരമണിക്കൂർ ആവുന്നേ ഉള്ളൂ. ഇവനും കൂടി തീർത്ത് കഴിഞ്ഞാൽ പ്രസന്റേഷൻ കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ആ ലീവിന്റെ അതൊരു പോയിട്ടും ഇല്ല. 1/2 മണിക്കൂറിന്റെ പരിപാടി നമുക്ക് ആ പരിപാടി തീരുകയും ചെയ്തല്ലോ. ഇപ്പൊ ഓക്കെയാ. ഓക്കെ.
പോയോ പിന്നെയും? ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ, കാണിച്ചോ? അല്ല, തുടങ്ങിക്കോ. കാണാൻ പറ്റുന്നുണ്ട്. ആ, അത് ഒരു സൈബർ അറ്റാക്കാണ്. അതിൻ്റെ പേര് നോട്ട് പാറ്റയോ. അത് ജൂൺ 2017 നടന്നതാ. അതെന്ന് വെച്ചാൽ പൈസ തട്ടിയെടുക്കാനുള്ള ഒരു ഇതായിരുന്നു. അതിൽ 10 ബില്യണോളം പൈസ പോയിട്ടുണ്ട്. ഹലോ, കേക്കാടാ. ആ, ഒരൊക്കെ 10 ബില്യണാണ് അതിൻ്റെ അകത്ത്. ഒരു വൈപ്പർ വൈറസ് അത് എന്ന് വെച്ചാൽ എന്താ പറയുക, ഡാറ്റ നശിപ്പിക്കാനുള്ള. പറഞ്ഞോടാ. യുക്രൈനിലെ എമ്മി ഡോക്ക് എന്ന അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൻ്റെ വിശ്വസനീയമായ അപ്ഡേറ്റ് വഴിയാണ് ഈ വൈറസ് കമ്പ്യൂട്ടറുകളിൽ എത്തിയത്. ഓക്കെ, നഷ്ടം ഉണ്ടായത് ലോകത്തിലുള്ള വലിയ കമ്പനികളുടെ, അതായത് എന്താ പറയുക, ഫെഡ് ഇഎക്സ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത്, $10 ബില്യൺ നഷ്ടമായിട്ടുണ്ട് ഈ എല്ലാ കമ്പനിക്കും കൂടി. ഇതാണ് എൻ്റെ അടുത്തുള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ. അത് ഈ അറ്റാക്ക് നടത്തിയത് ആരാ? നടത്തിയത് അത് ഞങ്ങൾക്കറിയില്ല. അറിയത്തില്ല. ഓക്കെ. ഇത് സോൾവ് ചെയ്തത് എങ്ങനെയാണെന്നോ കണ്ടുപിടിച്ചത് ആരാണെന്നോ അങ്ങനെ എന്തേലും? അതൊന്നും നമുക്കറിയില്ല. ശരി, ഞാൻ പറഞ്ഞതല്ലേ ഇതൊക്കെ അന്വേഷിക്കണമെന്ന്. ഓക്കെ, എന്തായാലും സൻഷിതിന്റെ എഫേർട്ടിനെ കുറച്ച് കാണുന്നൊന്നുമില്ല. സൻഷിത് ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തെ എന്തായാലും ക്ലാസ് ഇന്ന് ഇത്രേ ഉള്ളൂ. ഓക്കെ എടാ, ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ജസ്റ്റ് ഇങ്ങനെയല്ലായിരുന്നു ഞാൻ ഉദ്ദേശിച്ച പ്രസന്റേഷൻ ഓവറോൾ. ജസ്റ്റ് ഇന്ന് ക്യാമറ ഓൺ ആക്കട്ടെ. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് എന്താ അറിയോ, അടുത്ത ക്ലാസ്സിൽ അടുത്ത പ്രസന്റേഷൻ ഇല്ലേ, അപ്പൊ കുറച്ചും കൂടി റെഡി ആക്കാം. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അത് കുഴപ്പമില്ല. അതല്ലേ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഫസ്റ്റ് ഡേ ആണ്, ഫസ്റ്റ് പ്രസന്റേഷൻ ആണ്. അതിന്റെ ഒരു ചെറിയ ഇതുണ്ടാവും. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രസന്റേഷൻ വെക്കും നിങ്ങൾക്ക്. ഓക്കെ, എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഷൈ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കാര്യം പറയാൻ ഒരു മടി, അല്ലെങ്കിൽ എന്താ പറയുക, അവരെന്ത് ചിന്തിക്കുന്നുള്ള ഒരു സാധനമൊക്കെ നമുക്കുണ്ടാവും. പക്ഷെ ഞാൻ വൺസ് അഗൈൻ നിങ്ങളോട് പറയുകയാണ്, നമ്മളിവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം വെച്ചിരിക്കുന്നത് ഒരു സൈബർ സെക്യൂരിറ്റി എന്തസിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണലിനെ സംബന്ധിച്ച് ഒരു കാര്യം ഒരാൾക്ക് വ്യക്തമായും കൃത്യമായും പറഞ്ഞു കൊടുക്കാനുള്ള സ്കിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതർവൈസ് ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നമുക്കൊരു ക്ലയൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യാണ്, നമുക്കൊരു ക്ലയൻറ്റ് ഉണ്ട്. ആ ക്ലയൻറ്റിൻ്റെ വെബ്സൈറ്റ് നമ്മളോടാണ് സെക്യൂരിറ്റി ടെസ്റ്റ് എല്ലാം നടത്തിയിട്ട് തരാൻ പറഞ്ഞത്. അയാളുടെ വെബ്സൈറ്റ് നമുക്ക് തരുന്നു. നമ്മൾ പറയാണ് ഓക്കെ, ഈ വെബ്സൈറ്റിൽ റാൻസം വെയർ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ അറ്റാക്ക് എന്താ പറയുക, ഈ അറ്റാക്ക് മൂലം നിങ്ങളുടെ ഇന്ന ഡാറ്റാസ് ബ്രീച്ച് ആയിട്ടുണ്ട്. ഇത്രയും ഇങ്ങനെ അങ്ങ് ഒറ്റ പറച്ചിലങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവും. കാരണം അയാളൊരു സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽ അല്ല. അയാൾ ചിലപ്പോൾ ഒരു വെബ് ഡെവലപ്പറിന്റെ റോൾ ചെയ്യുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ കമ്പനി ചെയ്ത വെബ്സൈറ്റ് ആയിരിക്കും അത്. സോ അയാൾക്ക് അത്രയും നോളജ് ഉണ്ടാവുള്ളൂ. ഇവിടെ സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽ അല്ലെങ്കിൽ ആ കമ്പനിക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ക്ലയന്റിന് വേണ്ടി അവരുടെ വെബ്സൈറ്റ് ടെസ്റ്റ് ചെയ്യുക, കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് നമ്മളാണ്. ഓക്കെ, നമുക്കേ അറിയത്തുള്ളൂ എന്താ സംഭവിച്ചതെന്ന്. അപ്പം നമ്മൾ അതിനൊരു ക്യാഷ് വാങ്ങിയിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, നമ്മുടെ ഉത്തരവാദിത്വമാണ് ആ ഒരു ടെസ്റ്റും കാര്യങ്ങളും നടത്തുക എന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മുടെ നോളജ് മറ്റൊരാൾക്കില്ല. ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള സാധനം തന്നെ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷെ അത് അവർക്ക് അറിയത്തില്ല, നമുക്കറിയാം. ആ നോളജ് വ്യത്യാസമാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ നമ്മളൊരു പ്രശ്നം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പം അത് അയാൾക്ക് വ്യക്തമായി മനസ്സിലാക്കണം. ഓക്കെ, എങ്കിൽ മാത്രം. ഇല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മളൊരു കമ്പനി കയറിയിട്ടാണെങ്കിൽ നമ്മളിപ്പം നമ്മളോട് പറയാണ്, അല്ലനെ നീ കമ്പനിക്ക് എന്ത് നിന്റെ ഇത്രയും നാളത്തെ അറ്റാക്കുകൾ അല്ല, നിന്റെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിനെ പറ്റി, അല്ലെങ്കിൽ നീ ഇടപെട്ട
നിന്റെ ക്ലയൻസിനെ പറ്റി, നിന്റെ ഈ ഒരു മാസത്തെ നിന്റെ പ്രോഗ്രസിനെ പറ്റിയൊക്കെ ഒരു പ്രസന്റേഷൻ നടത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പ്രസന്റേഷൻ ചെന്നിട്ട് പറയുകയാണ്, ഞാൻ ഈ ആഴ്ച ഒരു 12 ക്ലയൻസിനെ മീറ്റ് ചെയ്തു, 3 പേർക്ക് ഇഷ്ടപ്പെട്ടില്ല എൻ്റെ ഇത്, അവർ വേറെ സെക്യൂരിറ്റി അനലിസ്റ്റ് കണ്ടുപിടിച്ചു. ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ട് അവർക്ക് എൻ്റെ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റാതെ പോയത്, അങ്ങനെയൊക്കെ നമ്മുടെ മാനേജ്മെന്റിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ പറയും, ഇവനെ കൊണ്ട് ജോലിയിൽ വലിയ ഉപയോഗമൊന്നുമില്ല, ഇവനെ കളഞ്ഞേക്കാന്ന് അവർ പറയും. ഓക്കെ, വെച്ചാൽ സ്കില്ലിനെ അവർ അവഗണിക്കുന്നു എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. നമുക്ക് ഒരു കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു ക്ലാരിറ്റി വേണം. അതിനാദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്കൊരു ക്ലാരിറ്റി വേണം ഇവിടെ എന്താ സംഭവിച്ചേട്ടെന്നുള്ളത്. നിങ്ങൾക്ക് 3 ദിവസം സമയം ഞാൻ തന്നത് ഇതിനെപ്പറ്റി വ്യക്തമായി ഒന്ന് അന്വേഷിച്ചിട്ട് ചെയ്യാനായിരുന്നു കേട്ടോ. നിങ്ങളാരും കുറ്റം പറയുന്നതല്ല. ഫസ്റ്റ് ഡേ പ്രസന്റേഷൻ്റെ ആരായാലും ഇങ്ങനെ ഒരു സെയിം മെത്തേഡ് ഉണ്ടോ? അപ്പം സ്ട്രക്ചറിനെ പറ്റി അഫ്നാൻ പറഞ്ഞ അത്രയും പോലും ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഫസ്റ്റ് ഡേ. ഓക്കെ, എന്നും പറഞ്ഞ് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുമോ, ഓക്കെ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി എന്ന് പറയാൻ പറ്റില്ല. ഇത് സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആയതുകൊണ്ടാണ് നിങ്ങളോട് ഇനിയും വേണ്ട മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നത് കേട്ടോ, അല്ലാതെ നിങ്ങളാരെയും കുറച്ച് കാണുന്നതല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി വരുന്ന പ്രസന്റേഷൻസ്, ഇനിയും നിങ്ങൾക്ക് പ്രസന്റേഷൻസ് വരും, അതൊക്കെ നിങ്ങൾ മാക്സിമം നന്നായിട്ട് ചെയ്യാൻ നോക്കുക. മാക്സിമം പറഞ്ഞാൽ ഏറ്റവും നന്നായിട്ട്. ഓക്കെ, ഏറ്റവും നന്നായിട്ട് PDF ജനറേറ്റ് ചെയ്ത് കുറച്ചും കൂടി കാര്യങ്ങൾ വ്യക്തമായിട്ട് ഒരാളൊരു 10 മിനിറ്റെങ്കിലും പറയാൻ പാകത്തിന് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത്, അതായത് നമ്മളൊരു പ്രസന്റേഷൻ കൊടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുക. എന്നിട്ട് ഇതിനകത്ത് പറയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ പ്രസന്റേഷൻ ചെയ്യാൻ. ഓക്കെ, അപ്പം നമ്മൾ പറ്റുന്ന അത്ര അന്വേഷിക്കണം. ഇതെങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ടാണ് സംഭവിച്ചു, ആര്, എപ്പോ, എങ്ങനെ, ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് റോഡ് മാപ്പ് എങ്ങനെയാണ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം. അതിനുവേണ്ടിയാണ് നിങ്ങൾക്ക് ഞാൻ മറ്റേ ഇവരുടെ വീഡിയോ അയച്ചു തന്നത്. ഏത് മറ്റേ ബംഗ്ലാദേശ് ഹേസ്റ്റ് ഇല്ലേ, നിങ്ങൾ ആ വീഡിയോ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വന്നതിന് എങ്ങനെയാണ് ഒരു അറ്റാക്കിനെ പറ്റി പറഞ്ഞു കൊടുക്കേണ്ടതെന്ന്. പുള്ളി എന്ത് കൃത്യമായിട്ട് ആ പുള്ളിയുടെ ആ ഒരു നറേഷനും ആ ഒരു പ്രസന്റേഷനും കണ്ടോ, അത് നല്ല രസമല്ലേ അത് കേട്ടിരിക്കാൻ തന്നെ. ഞാൻ മിക്ക സ്കൂളുകളിലും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഒക്കെ ഈ സാധനം കാണിച്ചു കൊടുക്കാറുണ്ട്. കാരണം ആ വേ ഓഫ് പ്രസന്റേഷൻ അത് അറിയത്തില്ലാത്തവർക്ക് പോലും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നു. അല്ലെങ്കിൽ ഓക്കെ ഇങ്ങനെ ഒരു അറ്റാക്ക് നടന്നിട്ടുണ്ട്, ഇതിനെ പറ്റി ഇങ്ങനെയാണ്, ഇത് ആരാ ചെയ്തത്, അത് കാണുന്ന എല്ലാവർക്കും ക്ലാരിഫൈ. അതായത് ഇതിനെപ്പറ്റി ഒരു അറിവില്ലാത്ത സ്റ്റുഡൻസിന് പോലും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എന്ത് പറ്റും, അവർക്കൊരു ഐഡിയ കിട്ടും ഇങ്ങനെ ഒരു അറ്റാക്ക് സംഭവിച്ചു. ശേഷം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും, അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നൊക്കെ. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ല? അപ്പോൾ ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുക, ഒരാൾക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കാനുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പ്രസന്റേഷൻ എന്ന കാര്യം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് എല്ലാ ആഴ്ചയും പ്രസന്റേഷൻ ഉണ്ടാവും, പേടിക്കേണ്ട. എല്ലാ ആഴ്ചയും പ്രസന്റേഷൻ തരും. മൊഡ്യൂൾ അവസാനത്തിലേക്ക് വെക്കുന്നില്ല, എല്ലാം നോക്കട്ടെ, ഇതിനനുസരിച്ചുള്ള കണ്ടന്റും കാര്യങ്ങളും ഉണ്ടോ എന്ന് ആദ്യം കണ്ടുപിടിക്കട്ടെ. ഓക്കെ, അപ്പം എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് പ്രസന്റേഷൻ വെക്കാൻ ഞാൻ നോക്കാം. കാരണം അങ്ങനെയാണ് 8 പ്രസന്റേഷൻ. ഇനിയിപ്പോൾ 8 പ്രസന്റേഷൻ ഉണ്ടാവില്ല, ഒരു 4 പ്രസന്റേഷൻ എന്തായാലും കൺഫേം ആയിട്ട് ഉണ്ടാവുമല്ലോ. ഓക്കെ, ഒരാൾക്ക് 4 പ്രസന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ, ലാസ്റ്റ് പ്രസന്റേഷൻ ആകുമ്പോൾ നിങ്ങളും കൂടി എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് പ്രസന്റേഷൻ ആകുമ്പോഴത്തേക്കും ഇപ്പം ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് നല്ല എനർജറ്റിക് ആയിട്ട് നല്ല വൃത്തിക്ക് ഒരു ക്ലാരിഫൈ ആയിട്ട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കാനുള്ള സ്കില്ലൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഒരു കാര്യത്തിനായിട്ട് നമ്മളിങ്ങനെ പ്രോഗ്രാം അവതരിപ്പിച്ചിരിക്കുന്നത്. സോ ഇന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒന്ന് നോക്കുക, ഞാൻ ബെറ്റർ ആയിട്ട് ചെയ്തോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക. എന്തെങ്കിലും മാറ്റം വേണമെന്ന് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രസന്റേഷനിൽ എന്ത് ചെയ്യുക, കുറച്ച് ബെറ്റർ ആക്കുക, കുറച്ചുകൂടി ക്ലാരിറ്റി, കുറച്ചുകൂടി കാര്യങ്ങൾ ആഡ് ചെയ്ത് നന്നായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് പ്രസന്റേഷൻ എടുക്കാൻ നിങ്ങളിട്ട എല്ലാ എഫേർട്ടിനെയും ഞാൻ ആദ്യം തന്നെ അഭിനന്ദിക്കുന്നു. നിങ്ങൾ നന്നായിട്ട് ചെയ്തു, നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആരും കൂടുതലും ചെയ്തിട്ടില്ല, ആരും കുറച്ചും ചെയ്തിട്ടില്ല. എല്ലാവരും ഒരുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഇട്ടിരിക്കുന്ന എഫേർട്ട് അവരുടേതായ സ്കില്ലിൽ നിന്നുള്ള എല്ലാ എഫേർട്ടും അവരവരെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഓക്കെ, നാളെ നിങ്ങൾക്ക് അവധിയാണ്, വിഷുവിൻ്റെ അവധിയാണ് കേട്ടോ. അപ്പോൾ നാളെ ഏതാ ദിവസം, ബുധനാഴ്ചയല്ലേ? ഓക്കെ, അപ്പം നമ്മുടെ നെക്സ്റ്റ് ക്ലാസ് വരുന്നത് വ്യാഴാഴ്ചയാണ്. നാളെ വിഷുവിൻ്റെ അവധിയാണ്. ഇന്ന് പ്രസന്റേഷനും കഴിഞ്ഞു. അപ്പം നമ്മൾ വ്യാഴാഴ്ച നമ്മുടെ അടുത്ത മൊഡ്യൂളിലോട്ട് കയറും കേട്ടോ. OSI മോഡലും പരിപാടികളൊക്കെ കഴിഞ്ഞാൽ പിന്നുള്ളത് ഏതാണ്, അപ്പം വ്യാഴം വെള്ളിയോട് കൂടി തന്നെ നമുക്ക് ഇതങ്ങ് തീർത്തേക്കാം അല്ലേ, സെക്കൻഡ് മൊഡ്യൂൾ തീർത്തേക്കാം. അങ്ങനെയാണ് തിങ്കളാഴ്ച നമുക്ക് പ്രാക്ടിക്കൽ തുടങ്ങാം. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? പ്രാക്ടിക്കലിലേക്ക് കയറാൻ എല്ലാവരും റെഡി ആയിക്കൂടാ. നമുക്ക് 2 ക്ലാസ്സും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രാക്ടിക്കലിലോട്ട് കയറും. ഓക്കെ, അപ്പം എല്ലാവർക്കും ക്വിറ്റാവാം. നമ്മുടെ ഇന്നത്തെ പ്രസന്റേഷൻ കഴിഞ്ഞു. ആൽവിൻ എന്താ കയറാൻ പറ്റാത്തതെന്ന് അറിയത്തില്ല, ഞാൻ ചോദിച്ചു നോക്കാം. ഓക്കെ, വേണമെങ്കിൽ സമയം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കഴിയുമ്പോഴത്തേക്കും ആൽവിൻ്റെ പ്രസന്റേഷൻ കൂടി വെക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് നേരത്തെ ക്ലാസ് തീർത്തിട്ട് ആൽവിൻ്റെ പ്രസന്റേഷനും കൂടി നമുക്കൊന്ന് വെയിറ്റ് ആക്കാം. ഓക്കെ, അപ്പോൾ ശരിയടാ, എല്ലാവർക്കും ഹാപ്പി വിഷു, ബൈ.